കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം ഇനി CBI അന്വേഷിക്കും. അന്വേഷണം CBIക്ക് കൈമാറിക്കൊണ്ടുള്ള വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. കുടുംബം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി. CBI അന്വേഷണത്തിൽ വലിയ പ്രതീക്ഷയുണ്ടെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം വ്യക്തമാക്കി. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ഉണ്ടാകുമെന്ന വാർത്ത ന്യൂസ് മലയാളം പുറത്തുവിട്ടിരുന്നു. ആവശ്യമുന്നയിച്ച് നവീൻ ബാബുവിന്റെ കുടുംബം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിപക്ഷത്തിരുന്നപ്പോൾ തന്നെ UDF നേതാക്കൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. കുടുംബവുമായി സംസാരിച്ചതിനു പിന്നാലെയാണ് CBI അന്വേഷണം സംബന്ധിച്ച് വിജ്ഞാപനമിറക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കാലതാമസമില്ലാതെ വിജ്ഞാപനം പുറത്തിറക്കാനാണ് നിലവിലെ നീക്കം. തീരുമാനം ആശ്വാസകരമെന്നും ഇത്രയും വേഗം CBI അന്വേഷണത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞു. അതെ, വളരെയധികം ആശ്വാസകരമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിവേദനം നൽകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയും നേരിൽ കണ്ടിരുന്നു. അന്നേരം വളരെയധികം പോസിറ്റീവായിട്ടുള്ള പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്. ഇത്രയും പെട്ടെന്നൊരു നടപടിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെയധികം സന്തോഷമുണ്ട്. പെട്രോൾ പമ്പിന്റെ യഥാർത്ഥ ഉടമ ആരാണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ലെന്നും കുടുംബം കണ്ടെത്തിയ 30-ലധികം പോയിന്റുകൾ CBI അന്വേഷിക്കണമെന്നും നവീൻ ബാബുവിന്റെ സഹോദരനും അഭിഭാഷകനുമായ പ്രവീൺ ബാബു പറഞ്ഞു. ഞങ്ങൾ ഇപ്പോൾ ഓൾറെഡി CBI ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു 30-ലേറെ പോയിന്റുകൾ, ഒരുപാട് ഡിഫക്റ്റുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതൊക്കെ തന്നെ അന്വേഷിക്കണം. ഇതൊക്കെ തന്നെ എന്തായാലും CBI ഒരു പുതിയ അന്വേഷണ സംഘം വരുവാണെന്നുണ്ടെങ്കിൽ അവർ അതെല്ലാം തന്നെ കളക്ട് ചെയ്ത് അന്വേഷിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ്. പോലീസ് അന്വേഷണത്തിൽ കുടുംബത്തിന് തൃപ്തിയുണ്ടായിരുന്നില്ലെന്നും കുടുംബത്തിന്റെ താൽപര്യമാണ് സർക്കാരിന്റെ നയമെന്നും K മുരളീധരൻ വ്യക്തമാക്കി. ഏത് തരത്തിൽ അന്വേഷണം നടത്തുന്നതിലും സംസ്ഥാന സർക്കാരിന് വിരോധമില്ല. കാരണം ആ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ തുടർ നടപടികൾക്ക് തയ്യാറാണ്. ഇനി CBI എങ്കിൽ CBI, അത് കുടുംബത്തിന്റെ ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ നടക്കട്ടെ. അതേസമയം CBI അന്വേഷണം മുൻപ് കോടതി തള്ളിയതാണെന്നും ഏത് അന്വേഷണം നടന്നാലും നീതിപൂർണമായിരിക്കണമെന്നും CPIM സംസ്ഥാന സമിതി അംഗം MV ജയരാജൻ പറഞ്ഞു. കുറ്റാരോപിതർക്കും നിയമപരമായി നീങ്ങാൻ അവകാശമുണ്ടെന്നും MV ജയരാജൻ പറഞ്ഞു. നീതി തേടി കുറ്റാരോപിതരായ ആളുകൾക്ക് പോകാവുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ അവർക്ക് പരിശോധിക്കാനും അതിന്റെ നിയമപരമായ പരിരക്ഷ നേടാനും അവർക്കും അവകാശമുണ്ട്. VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം CBIക്ക് കൈമാറുന്ന ആദ്യത്തെ കേസാണിത്. സമഗ്രമായ അന്വേഷണത്തിലൂടെ നീതി ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.